എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SMCR മോഡൽ ബെർലോൻ്റെ തിയറി പഠിച്ചു. SMCR മോഡലിൽ 4 എലമെൻറ്റ്സ്, സോഴ്സ്, മെസ്സേജ്, ചാനൽ, റിസീവർ, 4നെക്കുറിച്ചും അല്ലെങ്കിൽ 4നുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതോടുകൂടി മെയിനായിട്ടുള്ള ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽസ് അവസാനിക്കുകയാണ്. ഇനിയുള്ളതിന് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് തിയറി മാത്രമേ ഉള്ളൂ. ബേസിക് കമ്മ്യൂണിക്കേഷൻ തിയറീസ് എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആണ് ചർച്ച ചെയ്തത്, അതുകൊണ്ടാണ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. ഇനിയുള്ള തിയറികൾക്ക് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഇല്ല, ഇനി തിയറി മാത്രമേ ഉള്ളൂ. വാക്കുകൾ കൊണ്ട് എന്താണോ തിയറിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെ വ്യക്തമാക്കുക, അതുമാത്രമാണ് ഇനി ഉള്ള തിയറീസിലൊക്കെ തന്നെ ചെയ്തത്. നമുക്ക് നോക്കാം. ബേസിക് കമ്മ്യൂണിക്കേഷൻ തിയറീസ്. The media audience is a heterogeneous group with little interaction among themselves. The members of the group are largely unorganized and anonymous to each other, including the communicator. അപ്പോൾ ഇവിടെ പറയുകയാണ്, മാസ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയൊരു പോരായ്മയാണ്. ഇപ്പോൾ ഇത് ഏഷ്യാനെറ്റ് ചാനലാണെന്ന് വിചാരിക്കും. ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാം ചെയ്യാം. ആ പ്രോഗ്രാം അവരുടെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും പല പല വഴികളിലൂടെ പല ഓഡിയൻസിലേക്ക് എത്തുന്നു. ഇവിടെ ഒരു ആൾ കാണുന്നു, ഇവിടെ ഒരാൾ കാണുന്നു, ഇവിടെ ഒരു വ്യക്തി കാണുന്നു, ഇവിടെ ഒരു വ്യക്തി കാണുന്നു, ഇവിടെ ഒരു വ്യക്തി കാണുന്നു, ഇവിടെ വേറൊരു വ്യക്തി കാണുന്നു. പക്ഷെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഇയാളറിയില്ല, ഇയാൾക്ക് ഇയാളറിയില്ല, ഇയാൾക്ക് ഇയാളറിയില്ല, ഇവർക്ക് ആർക്കും മറ്റുള്ളവരറിയില്ല. തമ്മിൽ അറിയാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഓഡിയൻസ്. നമ്മളെപ്പോഴും ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം പരീക്ഷാ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും മുൻപൊക്കെ. ഈ ഓഡ് വണ്ണിനെ എങ്ങനെ കണ്ടെത്താറ്? നമ്മൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ആപ്പിൾ, ഗ്രേപ്പ്, മാംഗോ, ബോൾ. വിച്ച് ഇസ് ദ ഓഡ് വൺ? ഡൗട്ടില്ല, ബോളാണ് ഓഡ് വൺ. എന്താ കാരണം? ബോൾ ഒരു ഫ്രൂട്ടല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആപ്പിൾ ആയാലും ഗ്രേപ്പ് ആയാലും മാംഗോ ആയാലും ഇവർക്കൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ട്. ദേ ആർ ഫ്രൂട്ട്സ്. ദിസ് ഇസ് ജസ്റ്റ് എ തിങ് അതർ ദാൻ ഫ്രൂട്ട്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇത് ഓഡ് വൺ ഔട്ടായി, ഇവനെ നമ്മൾ പുറത്താക്കി. നമ്മൾ പക്ഷെ ഇവിടെ പറയുന്നു, ഇവരെ എല്ലാവരെയും ചേർത്തിട്ട് ഞാൻ വിളിക്കുന്ന പേരാണ് ഓഡിയൻസ്. പക്ഷെ ഇവരെല്ലാവരും ഒരുപോലെ അല്ലാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇവർക്കെല്ലാവർക്കും പല രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. ഇവിടെ ഒരാൾ ഞാനാണെങ്കിൽ, ഇവിടെ ഒരാൾ നേഹയാണെങ്കിൽ, ഇവിടെ ഒരാൾ ഹിബത്താണെങ്കിൽ, ഇവിടെ ഒരാൾ ദേവപ്രസാദാണെങ്കിൽ, ഞങ്ങളൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതാണ് ഏഷ്യാനെറ്റ് ചാനൽ. അല്ലെങ്കിൽ നിങ്ങളുടെ നിലവാരം അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിനകത്തുള്ളതെങ്കിൽ കൊച്ചു TV. തമാശക്ക് പറഞ്ഞ കേട്ടോ. എനിവേ, ആ ചാനലാണ്, അത് കാണുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂട്ടിമുട്ടുന്നത്. പക്ഷെ നമ്മളുടെയൊക്കെ ചിന്തകൾ വേറെയാണ്, നമ്മളുടെ പ്രവൃത്തികൾ വേറെയാണ്. അതുപോലെ തന്നെ ഒരു മെസ്സേജിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചാനലിന് ചിലപ്പോൾ ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ
മീനിങ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചാനൽ അത് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കുന്നതും അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓഡിയൻസ് ഈസ് അൺഓർഗനൈസ്ഡ് ആൻഡ് അനോണിമസ് ടു ഈച്ച് അതർ ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേറ്റർ. ഇവിടെ ആർക്കും ആരും അറിയില്ല. കമ്മ്യൂണിക്കേറ്റർക്ക് ഈ ഓഡിയൻസിനെ എല്ലാവരും അറിയില്ല. ആരൊക്കെയാണ് കാണുന്നത് അയാൾ എങ്ങനെ അറിയുന്നത്? The media audience are the consumers of various media messages. Mass audience came into being with the emergence of mass media, beginning with newspapers. The arrival of film, radio, television, and the internet expanded the media audience phenomenally. നാച്ചുറലി സംഭവിക്കുന്ന കാര്യമാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നത് 100 പേരാണെങ്കിൽ ഇവിടെ ടി വി കാണുന്നത് 1000 പേരായിരിക്കും. റേഡിയോ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു 500-600 പേരായിരിക്കും. എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെറിയ കണക്ക് പറയുന്നത്. നിങ്ങൾക്കറിയാം അതൊക്കെ ലക്ഷങ്ങളിലോ കോടികളിലോ വരുന്ന കണക്കുകളാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്നവരുടെ എണ്ണം വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 1000 എന്നിടാം. അങ്ങനെയാണെങ്കിൽ റേഡിയോ കേൾക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള കണക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ചോദിക്കരുത് ഇന്ത്യയിൽ 1000, 2500, 3000 പേര് അല്ലെങ്കിൽ 3500 പേരേ ഉള്ളൂ സാറേ എന്ന് ചോദിക്കരുത്. ഞാൻ പറഞ്ഞു ചെറിയ കണക്കിടുന്നു എന്ന് മാത്രം. അപ്രോക്സിമേറ്റ്ലി ഇതായിരിക്കും ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ കണക്ക് എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ വായിക്കുന്ന 1000 പേരുണ്ടെങ്കിൽ 2500ഓളം പേര് കാണുന്നതും കേൾക്കുന്നതും റേഡിയോ ആയിരിക്കും. എന്നാൽ 1200ഓളം പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധി ടെലിവിഷൻ ആയിരിക്കും. അപ്പം ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇതിലൂടെയൊക്കെ രേഖപ്പെടുത്തുക. ഒരേ രീതിയിലുള്ളതായിരിക്കില്ല ഒരിക്കലും. ന്യൂസ് പേപ്പറിൻ്റെ രീതിയല്ല റേഡിയോയ്ക്ക്, റേഡിയോയുടെ രീതിയല്ല ടി വിക്ക്. കാരണം ഇവിടെ കാണാനും കേൾക്കാനൊന്നുമില്ല, വായിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കേൾവി മാത്രമേ ഉള്ളൂ. ഇവിടെ കാണാനും കേൾക്കാനും കഴിയുന്നു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ടി വി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. റേഡിയോ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. കാരണം ചീപ്ലി അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ന്യൂസ് പേപ്പർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഒരു 1000 പേരിൽ ഒതുങ്ങി നിന്നത് റേഡിയോ വന്നപ്പോൾ 2500 പേരും കൂടി കൂടാനും, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ടായിരിക്കാം, പക്ഷെ 2500ലേക്ക് എത്താനും ടി വി കൂടി വന്നപ്പോൾ ഒരു 1200 പേരും കൂടി കൊണ്ടുവരാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4700 എന്ന് കിട്ടും. ഈ 4700 പേർക്കും മീഡിയയെ ആക്സസ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട്? ഇത് രണ്ടും അഡീഷണൽ ആയിട്ട് വന്നപ്പോൾ. ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിലോ ഒരിക്കലും വളരില്ല. ഇതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ മാധ്യമങ്ങൾ പുതിയതായിട്ട് കടന്നു വന്നപ്പോൾ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ പാരൻസ് പോലും ഇന്റർനെറ്റിന് സപ്പോർട്ട് ചെയ്യാനും മൊബൈൽ ഫോണുകളെ അനുകൂലിക്കാനൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടണം. മക്കൾ പറയുന്ന ഫോണാണ്. കാരണം അവർ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്, 4G കിട്ടണമെങ്കിൽ, എനിക്ക് വീഡിയോ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണമെങ്കിലൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ വേണം. അപ്പം നല്ല ഹൈ ക്വാളിറ്റി ഫോൺ ആയിക്കോട്ടെ. എന്നാൽ ശരി, എന്ത് ക്വാളിറ്റിയാണ് അവർ പറയണ ക്വാളിറ്റി? 4G വേണം. 4G വേണം, ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. ഒരു 42 MP അല്ലെങ്കിൽ ഒരു 62 MP ഒക്കെ വരുന്ന ബാക്ക് ക്യാമും ഫ്രണ്ട് ക്യാമും ഒക്കെയുള്ള ക്യാമറകളുള്ള ഫോൺ വേണമെന്ന് നമ്മൾ വാശി പിടിക്കുകയാണ്. ഇനി ഇൻ്റർനെറ്റ് ഉപയോക്താക്കളുടെ കൂടി എണ്ണം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്താൽ ഇതിനേക്കാൾ കൂടും. അപ്പം മീഡിയകൾ കൂടും തോറും ഉപയോക്താക്കളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
Mass media audience cannot be substituted for the entire population of a country. This audience primarily consists of those who are exposed to one or many forms of mass media. For example, the reach of English newspaper will hardly 5% of Indian population, and this audience will be largely the urban, middle class, elite and the English educated segment of the society. This is also the case with the audience of other mass media in a country like India. ഒരു രാജ്യത്ത് ഉള്ള മാസ് മീഡിയയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വളരെ എലീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു മിഡിൽ ക്ലാസ് മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. സാധാരണക്കാരൻ ന്യൂസ് പേപ്പർ 1983 എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വൃന്ദയുടെ ക്യാരക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്കൊക്കെ എവിടെ ചേട്ടാ ന്യൂസ് പേപ്പർ വായിക്കാൻ നേരം? അതിന് നിവിൻ പോളി വളരെ മനോഹരമായിട്ടുള്ള ഒരു മറുപടി ആ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. ശരിയാ, ഒരു പണിയില്ലാത്തവരാണ് ന്യൂസ് പേപ്പർ വായിക്കുക. ചിലപ്പോഴൊക്കെ യാഥാർത്ഥ്യമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത്. ഒരു പണിയില്ലാത്തവരെ ശരിക്കും പേപ്പർ വായിക്കുന്നത് അല്ലേ? കാരണം അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. അല്ലെങ്കിൽ ഈ വാർത്താ ചാനൽ വെച്ച ഓരോ വാർത്തയും സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തു കുന്തത്തിനാണ് ഈ ന്യൂസ് പേപ്പറും പുഴുങ്ങിയിരിക്കുന്നത്? നാച്ചുറലി വരുന്ന ചോദ്യമാണ്. വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ കാണാം രാവിലോട്ട് പേപ്പർ ഇരുന്ന് വായിക്കുന്നതാണ്. പക്ഷെ എന്തൊരു വെറുപ്പിക്കലാണ് അല്ലേ? ഇവരെന്തിനാണ് ഇങ്ങനെ പേപ്പറും പിടിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത് കാണിക്കുന്നത് പേപ്പർ വായിക്കുന്നവർ അല്ലെങ്കിൽ സമൂഹത്തെ വിലയിരുത്തുന്ന ഒരു മിഡിൽ ക്ലാസ്സിൽ താമസിക്കുന്നവർക്ക് മാത്രമേ പേപ്പറിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. സാധാരണക്കാരന് ജീവിക്കാൻ വഴിയില്ലാത്തവന്, 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ ഒരു നെസസിറ്റിയേ അല്ല. നമ്മളുടെ നെസസിറ്റീസ് ഫുൾഫില്ലായി കഴിയുമ്പോഴാണ് അൺനെസസറി തിങ്സിനെ നമ്മൾ നെസസറി ആക്കിയിട്ട് മാറ്റുന്നത്. ഈ 3 നേരം കഴിക്കാൻ കിട്ടുന്ന വ്യക്തികൾ 5 നേരത്തിലേക്ക് കഴിക്കുമ്പോൾ അവന് ഭക്ഷണത്തിന് വിലയില്ലാതാവുന്നതിൻ്റെ കാരണം അതാണ്. നെസസറി ആയിട്ടുള്ള ഐറ്റം അൺവാണ്ടഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതവൻ അൺനെസസറി ആയിട്ട് മാറുകയാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നെസസറി ആയിട്ടുള്ള ഒരു ഐറ്റം ആവശ്യമായ അളവിൽ ലഭിക്കാതിരുന്നാൽ, ലാക്ക് ഓഫ് അവൈലബിലിറ്റി സംഭവിച്ചാൽ, അതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ വേറെ ഒന്നും അവൻ ഉണ്ടായിരിക്കില്ല. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫുഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് 3 നേരമാണ് കിട്ടേണ്ടത്, എനിക്ക് 1 നേരമേ കിട്ടുന്നുള്ളൂ. അപ്പം എനിക്കിവിടെ ലാക്ക് ഓഫ് അവൈലബിലിറ്റിയാണ്, കുറവ് സംഭവിക്കുകയാണ്. ആ കുറവ് സംഭവിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഒന്നും എനിക്ക് വിഷയമല്ല, ഭക്ഷണം എനിക്ക് കിട്ടണം എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ വിഷയം. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഏത് മീഡിയയാണ് ആൾക്കാർ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഡു മീഡിയ ഡു വിത്ത് ദി ഓഡിയൻസ്? എന്താണ് മീഡിയ ഓഡിയൻസിലൂടെ ചെയ്യുന്നത്? ദിസ് ഈസ് an important area of audience-centered or source-centered media approach. It primarily focuses on the mass media unit such as newspaper, magazine, film, radio, television program. In this context, media is considered to be all-powerful. In addition, the audience passively consumes all that the media dish out and act accordingly. ശരിക്കും ഒരു മീഡിയ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത്, ആ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങളിലൂടെ അവരെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ട് passively consumes all that media dish out and act accordingly. മീഡിയ വിളമ്പിത്തരുന്നത് മുഴുവൻ ഭക്ഷിച്ചതിനു ശേഷം അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനോട് പ്രതികരിക്കുക.
നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഊർജമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, കാലോറീസ് എന്ന് പറയും. ഒരു ബ്രെഡ് തിന്നാൽ 8 കാലോറി കിട്ടുന്നു, അല്ലെങ്കിൽ 80 കാലോറി കിട്ടുന്നു എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടും. നമ്മളാരും കാലോറി അളന്നിട്ട് ഭക്ഷണം കഴിക്കുന്നവരില്ല. എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല. അതിനെനിക്ക് അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിന് തികഞ്ഞൊരു ഉദാഹരണമാണ്. കാരണം ഞാൻ ഡയറ്റിൽ പ്ലാൻ ചെയ്യുന്ന, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് കിട്ടുന്നതും കഴിക്കുക. അവിടെ നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ, നമുക്കൊരു സെലക്ഷൻ എന്നുള്ളത് തീരുമാനിച്ചാൽ ചിലപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് കിട്ടുന്നത് കഴിക്കുക എന്നുള്ളൊരു രീതി. പക്ഷേ ആ കിട്ടുന്നത് കഴിക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. ആ കഴിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം, ഇതാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം, എക്സ് ആണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം, ഈസ് ഈക്വൽ ടു ഹൗ മെനി കാലോറീസ്, എനിക്ക് കിട്ടിയ എനർജി എത്രയാണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആ കിട്ടിയ എനർജിയെ ഞാൻ ഉപയോഗിച്ച് ആരോഗ്യപ്രദമായിട്ട് അതിനെ പ്രവർത്തിപ്പിച്ച് അതിനെ ബേൺ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ, അതിനെ കത്തിച്ച് കളയാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ, അത് അമിതമായിട്ടുള്ള ഫാറ്റായിട്ടും കൂടുതലായിട്ടുള്ള വണ്ണവുമായിട്ടും എൻ്റെ ശരീരത്തിൽ തന്നെ അവശേഷിക്കും. ഈ കാലോറീസ് വേണം നമുക്ക്, പക്ഷെ കാലോറീസ് കൂടുന്നത് ശരീരത്തിന് ദോഷകരമാണ്. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ ഇതാണ് പ്രശ്നം. ആളുകൾക്ക് എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നതിനെ മനസ്സിലാക്കാതെ കൺസ്യൂം ചെയ്യും, അപ്പം തന്നെ അതിനോട് ആക്ട് ചെയ്യും. A second approach is what the audience does with the various media message. പലതരത്തിലുള്ള മീഡിയാസിൽ നിന്ന് മെസ്സേജ് കിട്ടുമ്പോൾ ഓഡിയൻസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. This approach constitutes the reception analysis, and here the audience is perceived to be active. In the following pages we deal with some elementary media theories. അപ്പോൾ ഒരുപാട് മെസ്സേജ് എനിക്ക് കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലോറി എനിക്ക് കിട്ടുന്നു. ആ കിട്ടുന്ന ഒരുപാട് മെസ്സേജിൽ നിന്നും ഞാൻ എന്ത് ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, രണ്ടും ചോദ്യമാണ്. എനിക്ക് കിട്ടി എന്നുള്ളത് ശരി, സമ്മതിച്ചു. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, ഈ രണ്ട് ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തണം. ഈ രണ്ട് ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഞാൻ ചില സ്റ്റഡീസ് നടത്തണം. അങ്ങനെ ഈ രണ്ട് ചോദ്യങ്ങൾ, അതായത് ആദ്യത്തെ ചോദ്യം വാട്ട് ഡു മീഡിയ ഡു വിത്ത് ദി ഓഡിയൻസ്, ഓഡിയൻസിനെ വെച്ച് മീഡിയ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വാട്ട് ദി ഓഡിയൻസ് ഡസ് വിത്ത് ദി വാരിയസ് മീഡിയ മെസ്സേജസ്, ഒരുപാട് മെസ്സേജുകൾ കിട്ടുമ്പോൾ ഈ ഓഡിയൻസ് ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു. ഈ രണ്ട് ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ സ്റ്റഡി ചെയ്യണം. ആ സ്റ്റഡി ഞാൻ നടത്തി, ആ നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടെത്തിയ ചില തിയറികളെ കുറിച്ചിട്ടാണ് ഇനി ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് ഹെഡ്ലൈനിലേക്ക് ഓൾറെഡി കടന്നുപോയത്. അതിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബേസിക് മാസ് കമ്മ്യൂണിക്കേഷൻ തിയറീസ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ തിയറീസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി. സ്റ്റിമുലസ് ഈ വാക്കിനൊരു അർത്ഥമുണ്ട്, റെസ്പോൺസ് മറ്റൊരർത്ഥമുള്ള വാക്കാണ്. റെസ്പോൺസ് എന്തായാലും പ്രതികരണമാണെന്ന് നിങ്ങൾക്കറിയാം. സ്റ്റിമുലസ് എന്താ? സ്റ്റിമുലേറ്റ് ചെയ്യുക. ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് BA ലിറ്ററേച്ചർ എടുത്ത കുട്ടികൾ സ്റ്റിമുലസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റിമുലസ് എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ എന്നർത്ഥമുണ്ട്, പ്രേരണ നൽകുന്നത് എന്നർത്ഥമുണ്ട്. സംതിങ് ഈസ് സ്റ്റിമുലേറ്റിംഗ് സം കെമിക്കൽ പ്രോസസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ചില രാസപ്രവർത്തനങ്ങളെ ദ്രുതഗതിയിലാക്കാൻ, വേഗത്തിലാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സ്റ്റിമുലേഷൻസ് എന്ന് വിളിക്കും. അപ്പം അത് കടന്നു ചെല്ലുമ്പോൾ ആ പ്രവർത്തനം വേഗത്തിലാവും, ആക്ടിവേറ്റ് ചെയ്യും നമ്മളെ. അതാണ് സ്റ്റിമുലസ് എന്ന തിയറിയുടെ പ്രത്യേകതയും ഇങ്ങനെ തന്നെയാണ്. മീഡിയ മെസ്സേജ് എങ്ങനെ നിങ്ങളുടെ റെസ്പോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, വേഗത്തിലാക്കുന്നു, അതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി considers that external stimuli
സ്റ്റിമുലി മീൻസ് മീഡിയ മെസ്സേജ് ആണ് ഇവിടെ. കാരണം പുറത്തു നിന്ന് കിട്ടുന്നത് മീഡിയ മെസ്സേജ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് നമ്മളുടെ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ക്യാൻ കണ്ടീഷൻ എനിവൺ ടു ബിഹേവ് ഓൺ വാട്ട് എവർ വേ ദ മാസ്റ്റർ പ്രൊപ്പഗാൻഡിസ്റ്റ് വാണ്ട്സ്. വലിയൊരു രീതിയിലാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി കൺസിഡേഴ്സ് ദാറ്റ് എക്സ്റ്റേണൽ സ്റ്റിമുലീസ്. ഇനി നമുക്ക് തിയറി ആയിട്ട് പഠിക്കാം. ഒരു ന്യൂസ് പേപ്പർ ഞാൻ വായിക്കാൻ തീരുമാനിക്കുകയാണ്. വായിക്കുന്ന ആൾ ഞാനാണ്, അരുൺ. എൻ്റെ മുൻപിലുള്ളത് ഒരു പത്രമുണ്ട്. ആ പത്രത്തിൽ വാർത്തകളുണ്ട്. X1, X2, X3, X4 എക്സെട്ര. ഇത്രയും വാർത്തകൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വാർത്തകളൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാം. പക്ഷേ ഇതിനെയൊക്കെ വിളിക്കുക സ്റ്റിമുലി എന്നാണ്. സ്റ്റിമുലി എന്നാണ്. കാരണം ഈ വാർത്തകളാണ് എൻ്റെ റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രേരകം, സ്റ്റിമുലി. എനിവൺ ടു ബിഹേവ് ഓൺ വാട്ട് എവർ വേ ദ മാസ്റ്റർ പ്രൊപ്പഗാൻഡിസ്റ്റ് വാണ്ട്. മാസ്റ്റർ പ്രൊപ്പഗാൻഡിസ്റ്റ് എന്നൊരു വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊപ്പഗാൻഡിസ്റ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. കാരണം ന്യൂസ് പേപ്പറാണ് എനിക്ക് ഈ സ്റ്റിമുലീസ് ഒക്കെ തന്നിരിക്കുന്നത്. ഈ ന്യൂസുകളൊക്കെ എനിക്ക് തന്നിരിക്കുന്നത് ന്യൂസ് പേപ്പറാണ്. അപ്പൊ ന്യൂസ് പേപ്പറിനൊരു അജണ്ട ഉണ്ടായിരിക്കും. ഇപ്പോ ഈ വാർത്ത, ഒന്നാമത്തെ വാർത്ത ഉദാഹരണം കാണട്ടോ. ചേർപ്പ് ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘർഷം, കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം, 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇപ്പുറത്ത് അടുത്ത വാർത്ത, കൊടുങ്ങല്ലൂർ മുൻ SFI പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനും DYFI പ്രവർത്തകനുമായ സനീഷ് കുമാറിനെ കള്ളനോട്ട് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫോർത്ത് വൺ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീഡിപ്പിച്ച പരാതിയിന്മേൽ പോലീസ് കേസെടുത്തു. ഇത്രയും 4 വാർത്ത വായിച്ചു നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഒരു ഫീൽ ഉണ്ടാവുക? ഒന്നുകിൽ കോൺഗ്രസിനോടൊരു സഹതാപം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോടൊരു വിരോധം. കാരണം എന്താ? ഇത് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന പത്രമാണ്. ഇത് തരുന്ന സ്റ്റിമുലി മുഴുവൻ, ന്യൂസുകൾ മുഴുവൻ നിങ്ങളെ പ്രേരിപ്പിക്കും റെസ്പോണ്ട് ചെയ്യാൻ. എന്തിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ? ഒന്നെങ്കിൽ ഇവരെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെ എതിർക്കുന്നവരെ പ്രതികൂലിച്ചുകൊണ്ടുള്ള മറുപടിക്ക്, റെസ്പോൺസിന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. ഇതാണ് മീഡിയയുടെ ന്യൂസിനെ സ്റ്റിമുലി എന്ന് വിളിക്കാൻ കാരണം. നിങ്ങളിൽ ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കും. Here the audience are viewed powerless and easily subjected to manipulation. ഇവിടെ ഓരോ റീഡറും കഴിവില്ലാത്തവനാണ് ശരിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വാർത്ത വായിച്ചാൽ സത്യമാണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാൻ എനിക്ക് പറ്റൂല, എനിക്ക് അതിനുള്ള കഴിവുമില്ല. ഞാൻ എന്ത് ചെയ്യും? ഇവർ പറഞ്ഞ് തൊടാതെ അങ്ങോട്ട് വിഴുങ്ങും. ഞാൻ വേറെ എന്താ ചെയ്യുക? എനിക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് പറയുന്നത് റീഡർ ആരായാലും ആ റീഡർ he is considered or she is considered to be powerless. സ്വന്തം അഭിപ്രായങ്ങളില്ലാത്ത, പുതിയതായിട്ട് എന്തെങ്കിലും പറയാൻ അറിയാത്ത, അന്വേഷിച്ച് കണ്ടെത്താൻ കഴിവില്ലാത്ത, പറയുന്നത് എന്തും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്തും ചമച്ചെടുക്കപ്പെടുന്ന എന്തും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ഓഡിയൻസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ.
The stimulus response theory is also known as magic bullet or hypodermic needle theory. രണ്ട് രീതിയിൽ ഈ തിയറി ഇനിയും അറിയപ്പെടും. ഒന്ന് മാജിക് ബുള്ളറ്റ് തിയറി എന്നറിയപ്പെടും, രണ്ട് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്നും അറിയപ്പെടും. According to these theories, media messages would penetrate the audience defenses and transform their thought and action. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഒരു സ്ഥാപനത്തോടോ ഒരു വ്യക്തിയോടോ ഒരു പാർട്ടിയോടോ ഒരു ഡിഫെൻഡീവായിട്ടുള്ളൊരു മെത്തേഡിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പ്രതിരോധിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ വരാം. ചില സമയങ്ങളിൽ അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലും നിങ്ങളുടെ റെസ്പോൺസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് മാജിക് ബുള്ളറ്റ് എന്ന് പറയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ബുള്ളറ്റ് കണ്ടിട്ടുണ്ടല്ലോ, ബുള്ളറ്റ് റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് അല്ല, തോക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു ഉണ്ടാ. ഇവിടെ പറയുന്നു ന്യൂസ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മീഡിയയെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് എന്ന് പറയുന്നത് ഒരു മാജിക് ബുള്ളറ്റാണ്. ഇതാ മീഡിയയിൽ നിന്നും ഷൂട്ട് ചെയ്താൽ ഡയറക്റ്റ് നമ്മുടെ ബ്രെയിനിലേക്കാണ്. പക്ഷെ ഈ ബുള്ളറ്റ് കൊണ്ടാൽ മരിക്കില്ല. അതാണ് മാജിക് ബുള്ളറ്റ് എന്ന് വിളിക്കാൻ കാരണം. ഈ ബുള്ളറ്റ് കൊണ്ടാൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടും, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. ഒന്നുകിൽ ഒന്നിനോട് സഹതാപപൂർണമായിട്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രീതിയിൽ പ്രതികരിക്കാനുള്ള ശക്തിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാജിക് ബുള്ളറ്റ് തിയറി എന്ന് വിളിക്കുന്നത്, ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് വിളിക്കുന്നു. നീഡിൽ എന്താ? നീഡിൽ സൂചി. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളുടെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതിൽ രണ്ട് സംഭവിച്ചാലും ചില രാസപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന വാക്സിനുകൾ, ആൻറ്റിവൈറസുകളൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ സൂചി ഉപയോഗിച്ചിട്ടാണ് കുത്തിവെക്കുക. കുത്തുമ്പോൾ കുത്തുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യുന്നത് കാണാം. അതിവിടെ ആണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇതിനകത്ത് വെയിൻ എടുത്തിട്ടാണെങ്കിൽ ഇവിടെ. ചില സമയങ്ങളിൽ ഗ്ലൂക്കോസ് കയറ്റേണ്ട സാഹചര്യം വരുമ്പോൾ കയ്യിൻ്റെ തണ്ടയുടെ മുകളിലായിട്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ അടിക്കല്ല കേട്ടോ, ഞാൻ പറയുന്നത് സൂചി വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് കയറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുത്തുമ്പോഴും അവർ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും. എവിടെയാണ് വെയിൻ, ഏത് വെയിനിലേക്കാണ് ഇത് കയറേണ്ടത്, എങ്ങനെ കയറിയാൽ, എത്ര അളവിൽ കയറിയാൽ ഇതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കും. ഇങ്ങനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഡോസേജ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്ത് തരുന്നത് കൊണ്ടാണ് ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്നും ഈ തിയറിക്ക് പേര് വരും. ഈ തിയറി കണ്ടുപിടിച്ച വ്യക്തി പറയുന്നത് മീഡിയ മെസ്സേജിന് ഭയങ്കര ശക്തിയാണ്. അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലും, നമ്മളുടെ പ്രവർത്തനത്തെ ആക്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ മൂന്ന് പേരിലും ഈ തിയറി അറിയപ്പെടുന്നു. This is basically a theory that consider media to be all powerful and the audience to be mere passive recipient of message. ഇവിടെ ഒരു പറയുന്നു മീഡിയയ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ, ഇതിൻ്റെ ഓരോ മെസ്സേജും പവർഫുള്ളാണ്. ഇയാൾ അൺപവർഫുൾ ആയിട്ടുള്ള, ലെസ് പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വെറുതെ ഇരിക്കാൻ മാത്രമേ അറിയുള്ളൂ, കിട്ടുന്നത് മുഴുവൻ കൺസ്യൂം ചെയ്യാൻ. Besides, the audience has no ability to critical of the message. ഈ കിട്ടുന്നത് ശരിയാണോ എന്ന് വിശകലനം ചെയ്ത് ക്രിയാത്മകമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയാത്ത മണ്ടൻ ക്ണാപ്പന്മാരാണ് ഈ ഇരിക്കുന്നവരൊക്കെ. കാരണം വേണ്ട, ഇത് ശരിയാവില്ല, കാരണം എൻ്റെ പേരാണ് കിടക്കുന്നത്, ഇവിടെ എക്സ് ഇട്ടാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയും കറക്റ്റാണ്, ഒരു മണ്ടൻ കൊണാപ്പം തന്നെയാണ് അല്ലേ. അപ്പം ഇവിടെയുള്ള ഓഡിയൻസ് ഒക്കെ മണ്ടന്മാരും ഇവിടെയുള്ള ന്യൂസ് പേപ്പേഴ്സ് അതോറിറ്റി അല്ലെങ്കിൽ ന്യൂസ് മീഡിയാസ് ഒക്കെ തന്നെ ഹെവി പവർഫുള്ളുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു തിയറി പ്രൊഫൗണ്ട് ചെയ്യേണ്ടി വന്നത്. ദിസ് തിയറി ഗെയിൻഡ് കറൻസി ഇൻ 1930 and 1940s when media emerged as an important institution in molding public opinion. ഈ വായിക്കുന്ന ഓഡിയൻസിന് കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്ന ഒരു വലിയ വിഭാഗം, ആ വിഭാഗത്തിൻ്റെ ഇടയിൽ
ഒരു പെർട്ടിക്കുലർ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഗവൺമെന്റ് ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നടപടി കൃത്യമാണ്, അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലേക്ക് അഭിപ്രായങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ന്യൂസ് പേപ്പറിൻ്റെ, ന്യൂസ് മീഡിയാസിൻ്റെ ഉത്തരവാദിത്തമാണ്. The critics of this theory says that in real life, media can never be so powerful and the audience to be passive. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ഈ തിയറിയെ, സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയെ എതിർക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ പറയുന്നത് അങ്ങനെയൊന്നല്ല, ഈ എക്സിന്, അതായത് ഈ ഓഡിയൻസിന് നല്ല പ്രാധാന്യമുണ്ട്, അവർ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാം കാട്ടിട്ട് അത് തൊണ്ടത്തോടാതെ വിഴുങ്ങുമെന്നല്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന മീഡിയ അവർ അത്ര വലിയ പവർഫുൾ ഒന്നല്ല, ഒരു ആവറേജ് പവർ തന്നെയുള്ളൂ. അവർ പറയുന്നതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓഡിയൻസ് ഡു നോട്ട് ഗൾപ്പ് ഡൗൺ all the messages as given by the media. Audience, based on their socio-psychological makeup, accept, reject or negotiate the message. പക്ഷെ ഈ തിയറിയെ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നു, ഈ തിയറി പറയുന്ന പോലെ മീഡിയ അത്ര സോ പവർഫുള്ളോ, അവർ പറയുന്നതൊക്കെ ഓഡിയൻസ് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഓഡിയൻസ് അവർക്ക് കിട്ടുന്ന ഓരോ മെസ്സേജിന് അവരുടെ അറിവ് വെച്ച് വിമർശനാത്മകമായിട്ട് തന്നെ വിശകലനം ചെയ്യും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? വെറുതെ നിൽക്കുന്ന ഒരാളെ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ അടിക്കുമോ? വെറുതെ ഒരു പ്രശ്നമില്ലാതെ കേരളവർമ്മ കോളേജിൽ അടി ഉണ്ടാവുമോ? അപ്പം എന്ത് നടന്നു? അപ്പം അന്വേഷിക്കുമ്പോൾ ആ കോളേജിലൊരു കുട്ടീനോട് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും ചിലപ്പോൾ ശരിക്കും SFI പ്രവർത്തകർ അവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് കൂട്ടം കൂടി നിൽക്കുമായിരുന്നു. അതിനിടയിലേക്ക് KSU വടിയും കമ്പൊക്കെ ആയിട്ട് കയറി ചെന്നു. അവരടിക്കുന്നതിന് മുമ്പ് SFI പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതാണ് ശരിക്കും ഉണ്ടായത്. KSUക്കാർക്ക് ആ വഴിക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവർക്ക് കിട്ടിയെങ്കിൽ അത് നന്നായുള്ളൂ എന്നൊരു അഭിപ്രായം കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഓ, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വാർത്ത തെറ്റാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വിശകലനം ചെയ്യുമെന്നാണ് ഈ തിയറിയെ വിമർശിക്കുന്ന ആൾക്കാർ പൊതുവെ പറയുന്നു. അല്ലാതെ ഈ തിയറി പറയുന്ന പോലെ എന്തു പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സമൂഹമായിട്ട് നമ്മളുടെ ഇന്നത്തെ സമൂഹം അധപതിച്ചിട്ടില്ല എന്നാണ് ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന, ഈ തിയറിക്ക് ഒരു ഡീമെറിറ്റ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവരുടെ വാദം. ഇനിയുള്ളത് ചില നോർമാറ്റീവ് തിയറി ഓഫ് മീഡിയ ആണ്. അതിൽ എന്താണ് നോർമാറ്റീവ് തിയറി എന്നുള്ളത് ആദ്യം പറയാം. ഓരോ തിയറീസും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. വാട്ട് ഷുഡ് ബി ദ റോൾ ഓഫ് മീഡിയ ഇൻ സൊസൈറ്റി? വാട്ട് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് മീഡിയ ഷുഡ് ഡു ഓർ ഷുഡ് നോട്ട് ഡു? ഇവിടെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. എന്താണ് മീഡിയയ്ക്ക് ഇന്നത്തെ സമൂഹത്തിലുള്ള റോൾ, പ്രാധാന്യം? രണ്ടാമത്തെ ചോദ്യം, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മീഡിയ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? നോർമാറ്റീവ് തിയറി അറ്റംപ്റ്റ് ടു ഗീവ് ആൻസേഴ്സ് ടു ദി അബവ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഐഡിയൽ വേ ഫോർ ദി മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സ്ട്രക്ചർ ആൻഡ് ഓപ്പറേറ്റ്. ഒരു മീഡിയ ഓർഗനൈസേഷൻ നടന്നു പോകുന്നതിന് വേണ്ട രീതികളെ, കാര്യങ്ങളെക്കുറിച്ചും ഒപ്പം മീഡിയയുടെ റോൾ എന്താണെന്നും മീഡിയയ്ക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു വിശകലനമാണ് നോർമാറ്റീവ് തിയറീസിലൂടെ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. They also do not attempt to provide scientific explanation or predictions. On the other hand, normative theories of media explain the way things should be if some values and principles are to be achieved. ഈ തിയറീസിലൂടെ ഇവർ മറ്റൊരു കാര്യം കൂടി പറയുന്നു. എന്തൊക്കെ വാല്യൂസ് ആണ്, എന്തൊക്കെ ധാർമ്മിക മൂല്യങ്ങളാണ് ഈ സമൂഹത്തിന് വേണ്ടി മീഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ന്യൂസ് വരാണ്, അച്ഛൻ മകളെ പീഡിപ്പിച്ചു. എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കാത്ത കാര്യം.
വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു വാർത്ത വന്നാൽ ഈ വാർത്ത കൊടുക്കേണ്ടതാണോ കൊടുക്കാൻ പാടില്ലാത്തതാണോ? നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. കാരണം എന്താ അറിയോ? നാളെ അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാവരുത്. വീണ്ടും വീണ്ടും പെൺമക്കളെ, സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുണ്ടാവുകയാണെങ്കിൽ അത് ഈ സമൂഹത്തിന്റെ അധപതനമാണ്. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട്, മകൾ എന്ന വാക്കിന്റെ പരിശുദ്ധി മനസ്സിലാവാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ആ മൂല്യച്യുതി തുറന്ന് കാട്ടപ്പെടണം. അപ്പൊ അത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദേ ഷുഡ് റിപ്പോർട്ട്. അതേസമയം ഒരു കൂട്ടം ആളുകൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു. ഇന്ന ആൾക്കാരാണ് റേപ്പ് ചെയ്തതും, ഇന്ന പെൺകുട്ടിയാണ് ഇന്ന ഗ്രാമത്തിലെ ഇന്ന വാർഡിലുള്ള ഇന്ന വീട്ടിലെ രണ്ടാമത്തെ മകളെയാണ് പീഡിപ്പിച്ചത്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണോ? ദേ ഷുഡ് നോട്ട്. ചെയ്യാൻ പാടില്ല ഒരിക്കലും. എന്തുകൊണ്ടാണ്? അത് ആ പെൺകുട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടവളാണ്. ഇനിയും അവൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ മുൻപിൽ ആ കുട്ടിക്ക് ജീവിക്കണം. നാളെ റേപ്പ് ചെയ്യപ്പെട്ടവൾ എന്നുള്ള മുദ്ര കുത്തപ്പെട്ടാൽ അവളെ സമൂഹം ആ രീതിയിൽ നോക്കിക്കാണും. അത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് റേപ്പ് വിക്ടിമിന്റെ പേര് പരമാവധി വെളിപ്പെടുത്താതിരിക്കുന്നത്. ചില സമയങ്ങളിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട പെൺകുട്ടികൾ, ഇപ്പോൾ ജിഷ, സൗമ്യ, ഇത്തരം വധക്കേസുകളൊക്കെ വരുമ്പോഴാണ് പേരുകൾ പുറത്തു വരുന്നത്. ഫ്രെഡ് സൈബർട്ട്, തിയോഡർ പീറ്റേഴ്സൺ ആൻഡ് വിൽബർ ഷാം in their work, 4 theories of the press elaborate for normative theory of media. 4 തിയറികളാണ് നോർമാറ്റീവ് തിയറീസിൽ പറയുന്നത്. നെയിംലി അതോറിറ്റേറിയൻ, ലിബററ്റേറിയൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സോവിയറ്റ് മീഡിയ സൊസൈറ്റി. തിയറീസ്. 4 തിയറി. അതോറിറ്റേറിയൻ, ലിബററ്റേറിയൻ, then social responsibility, and 4th one Soviet media theory. Dennis McQuail has added 2 more theories to above the list, such as development media theory and democratic participatory theory. A brief explanation of these theories is given below. 6 തിയറികളാണ് പഠിക്കാനുള്ളത്. 4 നോർമാറ്റീവും അതിനുശേഷം ഡെനിസ് മാക്വെൽവി ആഡ് ചെയ്ത 2 തിയറികൾ കൂടിയുണ്ട്. ഒന്ന് ഡെവലപ്മെന്റൽ മീഡിയ തിയറിയും മറ്റൊന്ന് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്ററി തിയറി. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത 6 തിയറികളാണ്. ഈ 6 തിയറികൾ എങ്ങനെ നമ്മളുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുവെന്നും ഇതെങ്ങനെ ഇഫക്റ്റീവായിട്ട് ഇവിടെ നടക്കുന്നുവെന്നും, അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനത്തിൽ എന്താണ് മീഡിയ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും മനസ്സിലാക്കുകയും സമൂഹത്തിൽ മീഡിയയ്ക്കുള്ള പ്രാധാന്യം എത്രത്തോളം ആണ് എന്ന് കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള 6 തിയറികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന തിയറി അതോറിറ്റേറിയൻ തിയറി. മീഡിയ എങ്ങനെയാണ് ഒരു അതോറിറ്റേറിയൻ മോഡായിട്ട് മാറുന്നതെന്നും അതിലൂടെ എങ്ങനെയാണ് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർ നടപ്പിലാക്കുന്നതെന്നും, അതുപോലെ ആ തിയറിയുമായി ബേസ് ചെയ്ത് നോക്കിയാൽ എന്താണ് അവർ ചെയ്യേണ്ടത്, എന്താണ് അവർ ചെയ്യാൻ പാടില്ലാത്തത്, ഈ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്ന തിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൊറോണയ്ക്കെതിരെ ജാഗ്രതയോട് കൂടിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറയുന്നു, കൂടുന്നു, കൂടുന്നു, കുറയുന്നു. ഇതിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അവസാനം കണ്ടെത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. കാരണം ഏകദേശം 11 മാസത്തിലേറെയായി നമ്മളിതിൻ്റെ ദുരവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇത് മാറുന്നില്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് ആഘോഷങ്ങൾ, നമ്മളുടെ ഒരുപാട് കൾച്ചറൽ റിലീജിയസ് ഫെസ്റ്റിവലുകൾ, നമ്മളുടെ നല്ല സൗഹൃദ കൂട്ടായ്മകൾ വരെ നഷ്ടപ്പെടാനായിട്ട് കൊറോണ കാരണമായി തീർന്നു. അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ഒരു സോഷ്യൽ ലൈഫ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിനാദ്യം വേണ്ടത് ജാഗ്രതയോടെ ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. അതിനുശേഷം പതിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക.
എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.